മാഷെ ചിന്നു 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 എനിക്കിന്ന് ചിന്നുവിനെ കാണാതിരിക്കാനാവില്ല, അവളുടെ ശബ്ദം കേൾക്കാതിരിക്കാനും ആവില്ല. അവളെ കാണാതെ അവളോട് സംസാരിക്കാതിരുന്ന എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്റെ ചിന്നിനോട് കള്ളം പറഞ്ഞവനാ ഞാനൊരു അനാഥനാണെന്ന് കള്ളം പറഞ്ഞത് ഒരു മഹാപാവം തന്നെയാ. അതിന് ശിക്ഷ ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഞാൻ അർജുനേട്ടന്റെ അനിയനാണെന്നും രമാദേവിയുടെ മകനാണെന്ന് അറിഞ്ഞാ പിന്നെ ചിന്നു എന്നോട് ക്ഷമിക്കോ? ഞാനെങ്ങനെ ഈ തെറ്റുകൾക്കൊക്കെ അവരോട് മാപ്പ് പറയും? ചിന്നു 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 നീ ഇല്ലാതെ എനിക്കിവിടെ ഭ്രാന്ത് പിടിക്കുന്നു. ചിന്നു എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ചിന്നു നീ ഇങ്ങനെ സുഖിച്ച് നടക്കുന്നു. ഇത്തവണ നിനക്ക് പറ്റിയ ഒരു ജോലി ഞാൻ തരാം. ആ, നിന്റെ ജോലി പുറത്താ. മഹിയുമായി ദക്ഷയുടെ കല്യാണം ഉറപ്പിക്കുന്നത് വരെ ഈ വീട്ടിലെ സെക്യൂരിറ്റി പണി നീയാണ് നോക്കുന്നത്. സെക്യൂരിറ്റിയോ? ഞാനോ? സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ യൂണിഫോം ഇട്ട് നീ ഗേറ്റിൽ പോയി നിൽക്കൊന്നും വേണ്ട. ഇവിടെ നമ്മുടെ വീടിന്റെ മുൻവശത്ത് നീ ഉണ്ടാവണം. ഇവിടുത്തെ പണിക്കാരികളെല്ലാം നമ്മുടെ ശത്രുക്കളാ. എല്ലാവർക്കും ചിന്നുവിനോടും മഹിയോടുമാണ് താല്പര്യം. അതുകൊണ്ട് അവര് ഹോസ്പിറ്റലിലേക്ക് പോകും വരെ നീ പുറത്ത് കാവലുണ്ടാവണം. അത് മഹി ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവാതെ നോക്കണം. എൻഗേജ്മെന്റ് ഫംഗ്ഷൻ കഴിയുന്നതിന് മുൻപ് മഹി ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയെന്ന് ഞാൻ അറിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. ഇക്കാര്യത്തിൽ എന്റെ ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. എന്നെ സെക്യൂരിറ്റി ആക്കിയല്ലേ? ഇതിന്റെ കണക്ക് ഞാൻ തീർത്തിരിക്കും. ചെവിയിലും നുള്ളിക്കോ രമാദേവി. ഇന്നല്ലെങ്കിൽ നാളെ ഈ അപമാനത്തിന് ഞാൻ പകരം വീട്ടിയിരിക്കും. എല്ലാ കണക്കുകളും ഞാൻ വൃത്തിയായി തീർത്തിരിക്കും. നോക്കിക്കോ. തുറന്നു കാണിക്കണോ മേഡം? സെൻട്രൽ ജയിലിൽ പോലും ഇത്ര സെക്യൂരിറ്റി ഉണ്ടാവില്ല. കുടിക്കുന്ന വെള്ളത്തിൽ പോലും ആരെയും വിശ്വസിക്കില്ല എന്ന് വാശി പിടിക്കുന്നത് കഷ്ടമാണ് മേഡം. ഞാൻ അങ്ങനെയാ. എനിക്ക് ആരെയും ഒന്നിനെയും വിശ്വാസമില്ല. എത്രത്തോളം അടുപ്പം കൂടുന്നുവോ അത്രത്തോളം വിശ്വാസം കുറയും. അതാണ് അനുഭവം എന്ന് കൂട്ടിക്കോളൂ. ഇതിനകത്ത് ബോംബ് വരെ ചിലപ്പം കണ്ടേക്കാം. ഇതിനു മുൻപ് പ്രയോഗിക്കപ്പെട്ടത് വിഷമായിരുന്നല്ലോ. അടുത്തത് ചിലപ്പോ ബോംബുമാകാം. എന്താ ഞാൻ പറഞ്ഞതില് തെറ്റു വല്ലതുണ്ടോ? രമ മേഡം പറയുന്നതില്
ഒരിക്കലും തെറ്റുണ്ടാവില്ലല്ലോ. മാഡം പറയുന്നതും ചെയ്യുന്നതും എപ്പോഴും ശരിയായിരിക്കും. പരിശോധന കഴിഞ്ഞെങ്കിൽ ഞാൻ